എല്ലാവർക്കും ഹിസാന വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഹിസാന. ഞാനിന്ന് ബേസിക് സയൻസ് വർക്ക്ഷീറ്റ്സ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇടാൻ പോകുന്നത്. അപ്പോഴ് നമ്മളിപ്പോൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, അന്യപദത്തിലൂടെ, ത്രൂ ദി എലിമെന്ററി കനാൽ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോഴ് ഇന്ന് സാർ ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നു. 3 പ്രവർത്തനമുണ്ട് അതില്. അപ്പോൾ നമ്മൾ നേരെ വർക്ക്ഷീറ്റിൽ ഇട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ചോദ്യം നോക്കാം. വാട്ട് ഈസ് പെരിസ്റ്റാൾസിസ്? എന്താണ് പെരിസ്റ്റാൾസിസ്? ഉത്തരം, വേവ് ലൈക്ക് മൂവ്മെന്റ് ഓഫ് ദി ഓസോഫാഗസ് ഈസ് കോൾഡ് പെരിസ്റ്റാൾസിസ്. അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. ഇനി നമുക്ക് നേരെ വർക്ക്ഷീറ്റിലേക്ക് പോകാം. അപ്പോഴ് പ്രവർത്തനം 1 എന്തെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇഡലിയുടെ കഥ വായിച്ചായിരുന്നല്ലോ ടെക്സ്റ്റില്. അപ്പോഴ് അതിന് ശേഷം ഇഡലിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? ഇഡലിയുടെ യാത്രാ വിവരണം പൂർത്തിയാക്കുക. വാട്ട് ഹാപ്പൻ ടു ദ ഇഡലി നെക്സ്റ്റ്? കംപ്ലീറ്റ് ദ ജേർണി ഓഫ് ഇഡലി. നമുക്കതിന്റെ ഉത്തരം നോക്കാം. അപ്പോൾ നിങ്ങൾ ദ ജേർണി ഓഫ് ഇഡലി എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ടെക്സ്റ്റിലുള്ളത് എഴുതുക. അതിനുശേഷം ഇത് എഴുതുക. The movement of the stomach makes me paste-like. The digestive juice produced by the stomach wall mixes with me. Then I traveled through small intestine and large intestine. എന്താണ്? The movement of the stomach makes me paste-like. The digestive juice produced by the stomach wall mixes with me. Then I traveled through small intestine and large intestine. ആമാശയത്തിലെ ചലനം എന്നെ പേസ്റ്റ് പോലെ ആക്കുന്നു. ആമാശയം അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം എന്നോടൊപ്പം കലരുന്നു. പിന്നെ ഞാൻ ചെറുകുടലിലൂടെയും വൻകുടലിലൂടെയും സഞ്ചരിച്ചു. ഇവിടെ നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് എഴുതിയതിനു ശേഷം ഇത് എഴുതുക. ആമാശയത്തിലെ ചലനം എന്നെ പേസ്റ്റ് പോലെയാക്കുന്നു. ആമാശയം അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം എന്നോടൊപ്പം കലരുന്നു. പിന്നെ ഞാൻ ചെറുകുടലിലൂടെയും വൻകുടലിലൂടെയും സഞ്ചരിച്ചു. ഇനി പ്രവർത്തനം 2 എന്തെന്ന് നോക്കാം. പ്രവർത്തനം 2 എന്ന് പറയുന്നത് ഈ 1, 2 എന്ന് ഇട്ടിരിക്കുന്ന ആ ഒരു ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് മൗത്ത് ആണ്, വായ. രണ്ടാമത്തേത് എസോഫാഗസ് ആണ്, അന്നനാളം. മൂന്നാമത്തേത് സ്റ്റൊമക് ആണ്, ആമാശയം. നാലാമത്തേത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്, ചെറുകുടൽ. അഞ്ചാമത്തേത് ലാർജ് ഇൻറ്റസ്റ്റൈൻ അഥവാ വൻകുടൽ. ആറാമത്തേത് റെക്ടം, മലാശയം. ഏതൊക്കെയാണ്? മൗത്ത്, എസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം. വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, മലാശയം. അടുത്തത് പ്രവർത്തനം 3, ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. കംപ്ലീറ്റ് ദി ഫ്ലോ ചാർട്ട്. അപ്പോഴ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോരോ പ്രോസസ്സ് അതിന്റെ ആ ഒരു ഓർഡറിൽ തന്നെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കതിന്റെ ഉത്തരം നോക്കാം. ആദ്യം നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ആഹാര സ്വീകരണം അഥവാ ഇൻജക്ഷൻ. ഏതാണ്? ആഹാര സ്വീകരണം, ഇൻജക്ഷൻ. രണ്ടാമത് നടക്കുന്നത് ദഹനം, ഡൈജഷൻ. മൂന്നാമത് നടക്കുന്നത് ആഗിരണം, അബ്സോർപ്ഷൻ. ആഗിരണം, അബ്സോർപ്ഷൻ. നാലാമത് നടക്കുന്നത് സ്വാംശീകരണം, അസിമിലേഷൻ. സ്വാംശീകരണം, അസിമിലേഷൻ. അഞ്ചാമത് നടക്കുന്നതാണ് വിസർജനം, എക്സ്ക്രിഷൻ. ഇതൊക്കെയാണ് ആ ഒരു ഓർഡറിന്റെ ഒരു ഘട്ടങ്ങൾ.
ഇനി നമുക്ക് പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങൾ ഒന്ന് നോക്കാം. ഇത് വേണ്ടവരൊന്ന് നോട്ടിലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് എഴുതി വെക്കുക. പോഷണ പ്രക്രിയയിലെ ആദ്യ ഘട്ടമാണ് ആഹാര സ്വീകരണം അഥവാ ഇൻജക്ഷൻ. ആഹാരത്തിൽ അടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം അഥവാ ഡൈജഷൻ. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ ആഗിരണവും അഥവാ അബ്സോർപ്ഷൻ. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാക്കുന്ന പ്രക്രിയ സ്വാംശീകരണവും അസിമിലേഷൻ ആണ്. ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാവുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം എക്സ്ക്രിഷൻ. Stages in the process of nutrition. The first stage in the process of nutrition is ingestion. Digestion is the process in which the organic factors present in the food are broken down to simple components that can be absorbed by the body. The process of the digested food being received into the body is absorption. Assimilation is the process in which absorbed components become part of the body. The byproducts of metabolic reactions which are not useful to the body are eliminated through the process called excretion. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് അടുത്ത കാണുന്ന ബെല്ലൈക്കൺ എന്നൊക്കെ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.